വാട്ടർ സോഴ്സസ് ഓഫ് കേരള. എന്താണ് വാട്ടർ സോഴ്സ് ഓഫ് കേരള എന്നല്ലേ? കേരളത്തിന്റെ വാട്ടർ സോഴ്സുകൾ അല്ലേ? വാട്ടർ ഈസ് എ നാച്ചുറൽ റിസോഴ്സ് ദാറ്റ് ഈസ് ഇൻഡിസ്പെൻസബിൾ ഫോർ ഹ്യൂമൻ എക്സിസ്റ്റൻസ്. എന്താണ്? മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്തൊരു നാച്ചുറൽ റിസോഴ്സ് ആണ് എന്ത്? വാട്ടർ എന്ന് പറയുന്നത് അല്ലേ? വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ ഓൺ എർത്ത്? ഭൂമിയിലെ വെള്ളത്തിന്റെ സോഴ്സ് ഏതൊക്കെയാണ്? ഇത് വെള്ളം എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? റിവേഴ്സ് അല്ലെ, പുഴകൾ, പിന്നെന്താണ് സ്പ്രിങ്സ്, നീരുറവകൾ, പിന്നെ എവിടുന്ന പോണ്ട്, വെൽ എക്സെട്ര അല്ലെ. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ ഇൻ യുവർ ഏരിയ? നിങ്ങളുടെ പ്രദേശത്തെ വാട്ടർ സോഴ്സ് ഏതെല്ലാമാണ്? ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? അത് എഴുതുക കേട്ടോ. സാധാരണയായിട്ട് വെല്ലുണ്ടാവും, റിവർ ഉണ്ടാവും, പോണ്ട് ഉണ്ടാവും അല്ലെ. Kerala has an undulating topography which lays uneven from Sahya mountain in the east to the Arabian Sea in the west. എന്താണ് പറയുന്നത്? ഈസ്റ്റ് സഹ്യപർവ്വതം മുതൽ അല്ലെ വെസ്റ്റ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോട് കൂടി ചരിവായി നിലകൊള്ളുന്ന ഒരു എന്താണ് ഒരു ടോപ്പോഗ്രഫിയാണ് എന്ത് നമ്മുടെ കേരളത്തിൻ്റെത് അല്ലെ. The rivers that originate from the Sahya mountain ranges flood the backwaters and the sea and make Kerala abundant in water. എന്താണ്? ഈ സഹ്യപർവ്വത നിരകളിൽ നിന്നുത്ഭവിച്ച് എന്താ ബാക്ക് വാട്ടറിലേക്ക്, കായലിലേക്കും പിന്നെ സീയിലേക്കും കടലിലേക്കും ഒഴുകുന്ന ഈ റിവേഴ്സ്, നദികൾ കേരളത്തെ എന്താണ് ജലസമൃദ്ധമാക്കുകയാണ് അല്ലെ, അബണ്ടന്റ് ഇൻ വാട്ടർ അല്ലെ. അപ്പാർട്ട് ഫ്രം ദീസ് ദർ ആർ മെനി ലേക്സ് ആൻഡ് പോണ്ട്സ് ഇൻ അവർ ലാൻഡ് അല്ലെ. പിന്നെ ഇത് കൂടാതെ നിരവധി ലേക്ക് ഉണ്ട്, പോണ്ട് ഉണ്ട് അല്ലെ, നദികളും തടാകങ്ങളും കുളങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. ദർ ആർ 44 റിവേഴ്സ് ഇൻ കേരള. എന്താ? കേരളത്തിൽ 44 റിവേഴ്സ് ഉണ്ട് അല്ലെ, വിച്ച് ഒറിജിനേറ്റ് ഫ്രം ദ ഹൈലാൻഡ്സ്. ഈ 44 നദികളും ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ഹൈലാൻഡ് എന്നാണ് അല്ലെ. ഹൈലാൻഡ് നമ്മൾ പഠിച്ചില്ലേ? ഹൈലാൻഡ്, മിഡ്ലാൻഡ്, കോസ്റ്റ് ലാൻഡ് ഒക്കെ പഠിച്ചില്ലേ? ഇതൊക്കെ ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ഈ 44 റിവേഴ്സും ഈ ഹൈലാൻഡ് എന്നാണ് എന്താക്കുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെ. പിന്നെയോ ഓഫ് ദീസ് 3 റിവേഴ്സ് ഫ്ലോ ഈസ്റ്റ്വാർഡ് ആൻഡ് 41 റിവേഴ്സ് ഫ്ലോ വെസ്റ്റ്വാർഡ്. ഇതിൽ എന്താണ് 3 നദികൾ എന്താണ് ഈസ്റ്റിലേക്കും 41 റിവേഴ്സ് എന്താണ് ഈ വെസ്റ്റിലേക്കുമാണ് എന്ത് ഒഴുകുന്നത് അല്ലെ. ലിസ്റ്റ് ഔട്ട് ദ റിവേഴ്സ് ഇൻ കേരള ഒബ്സർവിംഗ് ദ കേരള റിവർ മാപ്പ് ക്യാപ്റ്റ് ഇൻ യുവർ സോഷ്യൽ സയൻസ് ടാബ്. ക്ലാസിഫൈ ദ റിവേഴ്സ് ഫ്ലോയിങ് ഈസ്റ്റ്വാർഡ് ആൻഡ് വെസ്റ്റ്വാർഡ്. എന്താണ്? നിങ്ങളുടെ സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ലാബിൽ കേരളത്തിന്റെ ഈ റിവർ മാപ്പ് നോക്കുക. എന്നിട്ട് എന്താക്കുക? ഈ ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും ഒഴുകുന്ന റിവേഴ്സ് കണ്ടെത്തി വേർതിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഹാവ് യു നോട്ടീസ് ദാറ്റ് ദോ അവർ വാട്ടർ ബോഡീസ് ആർ എൻറിച്ച്ഡ് ഡ്യൂറിംഗ് ദ 2 rainy season, many of them dry up and when the rainy season are over, find out the reasons for this. അപ്പൊ 2 മഴക്കാലങ്ങളിലൂടെ നമ്മുടെ എന്താണ് ഈ വെള്ളമുള്ള ജലാശയങ്ങൾ എന്താണ് സമ്പന്നമാകുമെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ എന്തായി അവയിൽ പലതും വറ്റിപ്പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതിന്റെ കാരണം എന്താണ്? അതെന്താ കാരണം എന്താന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തുക. Only a small amount of the world's total water supply is available as pure water. It is a duty of every one of us to conserve the precious and clean water. Water conservation can be ensured through rain pits, rainwater harvesting, burns and mulching. ഒബ്സർവ് ദ പിക്ചർ. എന്താണ്? ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ എന്താണ് നമുക്ക് എന്താണ് നല്ല പ്യുവർ വാട്ടർ ആയിട്ടുള്ളൂ അല്ലെ, ശുദ്ധജലമായിട്ടുള്ളൂ അല്ലെ. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ട എന്താണ് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അല്ലെ. എന്തിനെവിടെയൊക്കെയാണ് നമുക്ക് വാട്ടർ കൺസർവേഷൻ ക്യാൻ ബി എൻഷ്യൂർഡ് ത്രൂ റെയിൻ പിറ്റ്സ് അല്ലെ, മഴക്കുഴി, പിന്നെന്താണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അല്ലെ, മഴവെള്ള സംഭരണി, പിന്നെ ബണ്ട് തടയണ, പിന്നെന്താണ് മൾച്ചിങ് അല്ലെ, എന്താ പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് എന്താണ് നമുക്ക് ഈ വാട്ടർ കൺസർവേഷൻ അല്ലെ ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും. ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ. ചിത്രം നോക്കിയേ, കണ്ടോ വേസ്റ്റ് വെള്ളം വരുന്നത്, അതുപോലെ എന്താണ് കണ്ടോ ഇവിടെ വേസ്റ്റ് തട്ടുന്നില്ലേ. അണ്ടർ വാട്ട് കണ്ടീഷൻ ഡു വാട്ടർ സോഴ്സസ് ബിക്കം പൊല്യൂട്ടഡ്? അപ്പോൾ ഇങ്ങനെ പൊല്യൂട്ടഡ് ആവുന്ന നിങ്ങൾ കണ്ടില്ലേ? ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഈ നമ്മളെ ഈ വാട്ടർ സോഴ്സൊക്കെ എന്താണ് മലിനമാകുന്നത്? Are the water bodies in your country being polluted? Discuss what suggestion can be put forward to protect water bodies from getting polluted. നിങ്ങളുടെ നാട്ടിലെ ജലാശയങ്ങൾ മലിനമാകപ്പെടുന്നുണ്ടോ? ചർച്ച ചെയ്യൂ. ജലാശയങ്ങളെ മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത്? Prepare a placards of water conservation message and organize a rally for water conservation. Prepare a speech about the importance of rainwater harvesting.
എന്താണ് ജലസംരക്ഷണ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പ്ലക്കാർഡുകൾ തയ്യാറാക്കി എന്താണ് ജലസംരക്ഷണ റാലി സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇത് ഓർഗനൈസേഷൻ വാട്ടർ കൺസർവേഷൻ റാലി സംഘടിപ്പിക്കുക അല്ലെ. മഴവെള്ള സംഭരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് എന്താണ് ഒരു സ്പീച്ചും തയ്യാറാക്കുക. ദെൻ പൊല്യൂഷൻ ഓഫ് വാട്ടർ ബോഡീസ് endanger the survival of living organism അല്ലെ. എന്താണ് the government implements various schemes to protect and maintain the existing water sources. Check the list given below. ഇവിടെ പറയുന്നത് എന്താണ് ഈ വാട്ടർ ബോഡീസ് അല്ലെ ഈ ജലാശയങ്ങൾ എന്താണ് മലിനപ്പെടുന്നത് എന്താണ് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുകയാണ് അല്ലെ. നിലവിലുള്ള ഈ വാട്ടർ സോഴ്സ് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ എന്താണ് നടപ്പിലാക്കുന്നുണ്ട് അല്ലെ. ചുവടെ നൽകിയിട്ടുള്ള പട്ടിക പരിശോധിക്കൂ. എന്താണ് പ്രൊജക്റ്റ് ഇംപ്ലിമെന്റേഷൻ, എന്താണ് പദ്ധതി നിർവഹണം അല്ലെ. ഇനി ഞാൻ ഒഴുകട്ടെ അല്ലെ. പിന്നെ എന്താ ഹരിത കേരള മിഷനാണ് അല്ലെ അതിന്റെ നിർവഹണം. പിന്നെ മാലിന്യമുക്ത നവകേരളം, എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ തെളിനീരൊഴുകും നവകേരളം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെ അവർ നിർവഹിച്ച. പിന്നെ എന്താണ് ജൽ ജീവൻ മിഷൻ അതാരാ നിർവഹിച്ചത് നിർവഹണം കേന്ദ്ര സർക്കാർ അല്ലെ ഗവൺമെന്റ് ഓഫ് കേരള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെ ജലജീവൻ മിഷൻ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്തത് അല്ലെ. ഫൈൻഡ് ഔട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് പ്രൊജക്ട്. അപ്പോൾ ഈ പദ്ധതിയുടെ ഈ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രോപ്പ് ഡൈവേഴ്സിറ്റി ഓഫ് കേരള. ഇനി ഇതാ കേരളത്തിന്റെ ക്രോപ്സിന്റെ വൈവിധ്യം അല്ലെ. ക്രോപ്പ് ഡൈവേഴ്സിറ്റി ആണ് കേട്ടോ, വിളകളുടെ വൈവിധ്യം. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് സം ക്രോപ്സ് ഫൗണ്ട് ഇൻ ഡിഫറെന്റ് റീജിയൻസ് ഓഫ് കേരള. നോക്കിയേ ഇവിടെ നെല്ല് അല്ലെ. പിന്നെന്താണ് ഇവിടെ റബ്ബർ, തെങ്ങ്, വാഴ അല്ലെ. വിച്ച് ആർ ദ ക്രോപ്പ് ഷോൺ ഇൻ ദ പിക്ചർ. എന്തൊക്കെ ക്രോപ്സുകളാണ് എന്തൊക്കെ വിളകളാണ് ഈ ചിത്രത്തിൽ കാണുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. നെല്ല്, റബ്ബർ, എന്താണ് കോക്കനട്ട് ട്രീ, പിന്നെന്താണ് പ്ലാന്റ് അല്ലേ വാഴ. ഐഡന്റിഫൈ ദ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഇൻ വിച്ച് ഈച്ച് ഓഫ് ദീസ് ക്രോപ്സ് ഈസ് കൾട്ടിവേറ്റഡ്. ഈ വിളകൾ ഓരോന്നും പ്രധാനമായും ഏത് തരം ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്. ഈ വിളകളൊക്കെ ഏത് ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസിലാണ് കൃഷി ചെയ്യുന്നത്. വൈ ഈസ് ടീ നോട്ട് കൾട്ടിവേറ്റഡ് ഇൻ ഓൾ ടോപ്പോഗ്രഫിക്കൽ സെക്ഷൻസ് ഇൻ കേരള. കേരളത്തെ എല്ലാ ടോപ്പോഗ്രഫിക്കൽ സെക്ഷനിലും ഈ ടീ ഉണ്ടല്ലോ തേയില കൃഷി ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും. റബ്ബർ കൾട്ടിവേഷൻ ഈസ് ജനറലി നോട്ട് സീൻ ഇൻ കോസ്റ്റൽ ഏരിയാസ്. വാട്ട് കുഡ് ബി ദ റീസൺ. കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പൊതുവെ റബ്ബർ കൃഷി കാണുന്നില്ല. കാരണം എന്താകും. ദ അഗ്രികൾച്ചർ ഓഫ് ഈച്ച് റീജിയൻ ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് ഫിസിയോഗ്രഫി ആൻഡ് ക്ലൈമറ്റ്. ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. സോയിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ഫ്രം സീ ലെവൽ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദ കൾട്ടിവേഷൻ. എന്താണ് മണ്ണ്, പിന്നെ അതുപോലെ ഇറിഗേഷൻ എന്താണ് ജലസേചന സൗകര്യം, പിന്നെന്താണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയെ എന്താണ് കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. ടീ ഈസ് എക്സ്റ്റെൻസീവ്ലി കൾട്ടിവേറ്റഡ് ഇൻ ഏരിയാസ് ലൈക്ക് മൂന്നാർ ആൻഡ് പീരുമേട് in Idukki district, Mepadi and Vaithiri in Wayanad district and Ponmudi in Thiruvananthapuram district. Paddy cultivation is widespread in Palakkad district and Kuttanad. എന്താണ് ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാട്, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയാണ് ഈ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലൊക്കെ എന്താണ് നെൽകൃഷി വ്യാപകമാണ് അല്ലേ. ഒബ്സർവ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ മേജർ ക്രോപ്സ് ഗ്രോൺ ഇൻ യുവർ ഏരിയ. എന്താ നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതെല്ലാം ഒന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സ്ഥലത്ത് ഏതാണ് ടീൻ്റെതാണെങ്കിൽ ടീ, കോഫി അതൊക്കെ എഴുതാം അല്ലേ. ഇനി റബ്ബർ, പ്ലാന്റെയിൻ, കോക്കനട്ട് ട്രീ അങ്ങനത്തെ ഉള്ളതാണെങ്കിൽ അത് അവിടെ എഴുതുക. ഏതാണോ നിങ്ങളുടെ നാട്ടിൽ കൂടുതലുള്ളത് അത് നിങ്ങൾ എഴുതുക. ഫെർട്ടൈൽ സോയിൽ ആൻഡ് അബണ്ടന്റ് റെയിൻഫാൾ പ്രൊവൈഡ് ഐഡിയൽ കണ്ടീഷൻസ് ഫോർ എ വെറൈറ്റി ഓഫ് ക്രോപ്സ് ഇൻ കേരള. ദ കോൾഡ് ക്ലൈമറ്റ് എക്സ്പീരിയൻസ്ഡ് ഡ്യൂ ടു ദ ഹൈ ആറ്റിറ്റ്യൂഡ് അബവ് സീ ലെവൽ ആൻഡ് ദ സ്ലോപ്പിംഗ് topography create a favorable condition for the cultivation of crops like tea, cardamom, coffee, pepper, etc. in the highland region. എന്താ അവിടെ പറയുന്നത് നോക്കിയാൽ വളക്കൂറുള്ള നല്ല ഫെർട്ടൈൽ സോയിൽ വളക്കൂറുള്ള മണ്ണും
ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുകയാണ് അല്ലെ. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം എന്താണ് അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ എന്താണ് മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് എന്താണ് അനുകൂല സാഹചര്യം ഒരുക്കുകയാണ് അല്ലെ. എന്താ പറയുന്നത്, വളക്കൂറുള്ള മണ്ണും ധാരാളമായി മഴയും ലഭിക്കുന്നതിനുള്ള എന്താണ് കേരളത്തില് വ്യത്യസ്തമായിട്ട് നമുക്ക് വിളകൾ എന്താണ് നടാൻ പറ്റും അല്ലെ. അതിനുള്ള സാഹചര്യം ഈ മഴയും ഈ വളക്കൂറുള്ള മണ്ണാണ് ഒരുക്കുന്നത് അല്ലെ. അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ ഉണ്ടാവും അല്ലെ. അത് ഈ ചരിവാർന്ന ടോപ്പോഗ്രഫിയിലാണ് എന്ത് എന്നിവ മലനാട് മേഖലയിൽ അല്ലെ എന്താണ് ഹൈലാൻഡ് റീജിയനിൽ എന്താക്കാൻ പറ്റും, അവിടെ ഈ തേയില, പിന്നെന്താണ് ടീ, കാർഡമം അല്ലെ, എന്താ ഏലം, പിന്നെ കോഫി, കാപ്പി, പെപ്പർ, കുരുമുളക് മുതലായ വിളകൾക്ക് എന്താണ് അനുകൂല സാഹചര്യം ഒരുക്കുന്നുണ്ട് അല്ലെ. ഹൈലാൻഡിലാണ് ഈ ടീ, കാർഡമം, കോഫി, പെപ്പറൊക്കെ നടുന്നത് അല്ലെ. The topography and soil characteristics contribute to the crop diversity in the Midland, along with tubers such as tapioca, colocasia, and yams, banana, as well as rubber cultivation are widespread in the Midland. Kerala is the largest producer of rubber in India. എന്താണ് ഈ ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും എന്താണ് ഈ മിഡ്ലാൻഡിലെ വിളവൈവിധ്യത്തിന് എന്താ കാരണമാകുന്നുണ്ട് അല്ലെ. അവിടെ എന്തൊക്കെയാണ് വരുന്നത്, ട്യൂബേഴ്സ് അല്ലെ, അതായത് ടപ്പിയോക്ക, പിന്നെന്താണ് കൊളക്കേഷ്യ അല്ലെ, എന്താണ് ടപ്പിയൊക്കെ അറിഞ്ഞാൽ മരച്ചീനി, കപ്പ, പൂള എന്നൊക്കെ പറയും അല്ലെ. പിന്നെന്താണ് കൊളോക്കേഷ്യ, യാംസ്, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളോടൊപ്പം എന്താണ് നമ്മൾ ഈ മിഡ്ലാൻഡിൽ എന്താണ് വാഴ കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ് അല്ലെ. അപ്പൊ മിഡ്ലാൻഡിലാണ് റബ്ബർ കൃഷിയും എന്താണ് അതുപോലെ വാഴ കൃഷിയും റബ്ബർ കൃഷിയും ഒക്കെ വ്യാപകമായത് അല്ലെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന എവിടെയാണ്, കേരളത്തിലാണ് കേട്ടോ. കേരള ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റബ്ബർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ലാർജസ്റ്റ് ആയിട്ട് റബ്ബർ പ്രൊഡ്യൂസർ എവിടെയാണ്, ഇന്ത്യയിലാണ് അല്ലേ. ഇന്ത്യയിലുള്ളത് എവിടെയാണ്, കേരളത്തിലാണ് അല്ലേ. കേരള ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റബ്ബർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കൂടുതലായിട്ട് റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേരളത്തിലാണ്. ദ പ്രസൻസ് ഓഫ് അലോവിയൽ സോയിൽ ഇൻ ദ കോസ്റ്റൽ ഏരിയ ഈസ് സൂട്ടബിൾ ഫോർ പാഡി കൾട്ടിവേഷൻ. The saline soil here is favorable for the abundant growth of coconut. The backwaters are used for fish farming. എന്താണ് തീരപ്രദേശത്തെ ഈ അലൂവിയൽ സോയിലിലെ ഏക്കൽ മണ്ണിന്റെ സാന്നിധ്യം എന്താണ് പാഡി കൾട്ടിവേഷന്, നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പ് രസമുള്ള മണ്ണ് എന്താണ് സഹായകമാണ് അല്ലെ. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ബാക്ക് വാട്ടേഴ്സ് എന്താണ് ഫിഷ് ഫാമിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ലിസ്റ്റ് ഔട്ട് ദ മേജർ ക്രോപ്സ് ഓഫ് ഹൈലാൻഡ്, മിഡ്ലാൻഡ് ആൻഡ് കോസ്റ്റൽ റീജിയൻസ്. എന്താണ് ഹൈലാൻഡും മിഡ്ലാൻഡും കോസ്റ്റൽ റീജിയൻസ് എന്നിവയിലെ പ്രധാന കാർഷിക വിളകൾ എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐഡന്റിഫൈ ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. ഇവിടെ തന്നിട്ടുണ്ടല്ലോ ഓക്കെ. ഏതാന്നുള്ളത് ഇവിടെ എന്താണ് ഹൈലാൻഡത്തെ ഏതൊക്കെയാണ്, ടീ, കാർബൺ, കോഫി, പെപ്പർ അല്ലെ. പിന്നെന്താണ് മിഡ്ലാൻഡത്താണ് എന്ത് ഇത് അല്ലെ, ഏതൊക്കെയാ ടപ്പിയോക്ക, കൊളക്കേഷ്യ, യാംസ്, പിന്നെ ബനാന, റബ്ബർ കൾട്ടിവേഷൻ അല്ലെ, ഇതൊക്കെ അല്ലേ. പിന്നെ കോസ്റ്റലിൽ എന്താണ് വരുന്നത്, അവിടെ വരുന്നത് പാഡി കൾട്ടിവേഷൻ അല്ലേ. പിന്നെ കോക്കനട്ടും വരുന്നുണ്ട് അല്ലേ. അതൊക്കെ എന്താണ് ഈ കോസ്റ്റൽ റീജിയനിലാണ് വരുന്നത് അല്ലേ. ദെൻ ഐഡന്റിഫൈ ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ് വിത്ത് ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ദാറ്റ് കം ടുഗദർ ടു എൻഷുർ ദ അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി ഓഫ് ആൻ ഏരിയ. ഒരു പ്രദേശത്ത് കാർഷിക സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഏതെല്ലാം ഘടകങ്ങൾ ഒത്തുചേരണം പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂട്ടബിൾ ടോപ്പോഗ്രഫി ആയിരിക്കണം അല്ലേ, അനുകൂല ഭൂപ്രകൃതി ആയിരിക്കണം, ഫെർട്ടൈൽ സോയിൽ വളക്കൂറുള്ള മണ്ണുണ്ടായിരിക്കണം അല്ലേ. Agricultural practices of an area are formulated in tune with the prevailing climate, soil and rainfall in each physiographical division. Many of the festivals in Kerala are closely related to weather and topography. Do you know that Onam is a harvest festival? Similarly, Vishu is also associated with harvest. Examples of celebrations related to weather and topography include boat races and bull race held in the water bodies of Kerala. After the monsoon season, find out the similar examples. ഓരോ ടോപ്പോഗ്രഫിയിലും അല്ലേ എന്താണ് ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായാണിത് അവിടെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത് അല്ലേ. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും എന്താണ് ഈ നമ്മളുടെ ഈ ഫിസിയോഗ്രഫിക്കലുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണെന്ന് അറിയാൻ പറ്റുമോ? ഓണം എന്താണ് ഒരു വിളവെടുപ്പ് ഉത്സവമാണ് അല്ലേ. അതുപോലെ എന്താണ് വിഷുവിനും എന്താണ് വിളവെടുപ്പുമായാണ് ബന്ധം അല്ലേ. മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങൾ എന്നിവ എന്താണ് കാലാവസ്ഥയും പിന്നെന്താണ്
ടോപ്പോഗ്രഫിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണമാണ് അല്ലേ. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ അടുത്തത് എംപ്ലോയ്മെന്റ് ഡൈവേഴ്സിറ്റി ഇൻ കേരള. എന്താണ് ഈ കേരളത്തിന്റെ തൊഴിൽ വൈവിധ്യം അല്ലെ. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് എ വെറൈറ്റി ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആർ ക്യാരിഡ് ഔട്ട് ഇൻ ഈച്ച് ഫിസിയോഗ്രഫിക്കൽ കണ്ടീഷൻ. ഈസ് അഗ്രികൾച്ചർ ദ ഓൺലി എംപ്ലോയ്മെന്റ് ദാറ്റ് ദ പീപ്പിൾ ഓഫ് കേരള ആർ എൻഗേജ്ഡ് ഇൻ? വാട്ട് ആർ ദ എംപ്ലോയ്മെന്റ്സ് പ്രിവലന്റ് ഇൻ യുവർ ഏരിയ? ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ ചർച്ച ചെയ്തല്ലോ അല്ലെ. കൃഷി മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിൽ മേഖല? ഏതൊക്കെയൊക്കെ തൊഴിലുകളാണ് നിങ്ങളുടെ പ്രദേശത്ത് നിൽക്കുന്നത്? എന്തൊക്കെ തൊഴിലുകളുണ്ട് അല്ലെ? കൃഷി മാത്രമാണോ? അല്ല അല്ലെ. ഒരുപാട് തൊഴിലുകളുണ്ട് അല്ലെ. ഏതൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്തുള്ളത് കൂടുതൽ എഴുതുക അല്ലെ. Along with the progress in agriculture, advancement in other field of work are important to improve the living conditions of people. എന്താണ് ഇവിടെ പറയുന്നത്? ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം എന്താണ് പ്രധാനമാണ് മറ്റു തൊഴിൽ മേഖലകളിലെ പുരോഗതിയും. Natural resources and human resources play an important role in determining the progress of the people of a region. The work culture of each region has been formed according to the topography and climate of that region. Husk threshing and rope picking in backwater shores, paddy cultivation and duck rearing in Kuttanad are examples for this. Observe the images given below. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പ്രോഗ്രസ് നിർണ്ണയിക്കുന്നതിന് അവിടുത്തെ എന്താണ് അവിടെ ഉണ്ടാക്കുന്ന സ്ഥലം പ്രകൃതി വിഭവങ്ങൾക്കും എന്താണ് മനുഷ്യ വിഭവശേഷിക്കും പങ്കുണ്ട് അല്ലെ. ഓരോ പ്രദേശത്തെയും എന്താണ് ഓരോ പ്രദേശത്തെയും ടോപ്പോഗ്രഫിക്കും അതുപോലെ ക്ലൈമറ്റിനും അനുകൂലമായാണെന്ത് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത് അല്ലെ. അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടതെന്നാണ് അവിടുത്തെ ആ പ്രദേശത്തെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുകൂലമായാണ് അല്ലെ. കായലോരങ്ങളിലെ തൊണ്ടുതല്ലലും കയറുപിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലും ഇതിന് ഉദാഹരണങ്ങളാണ് അല്ലെ. കുട്ടനാട്ടിലാണ് എന്ത് നെൽകൃഷിയും താറാവ് വളർത്തലൊക്കെ ഉള്ളത് അല്ലെ. അതുപോലെ കായലിന്റെ അടുത്ത് ബാക്ക് വാട്ടേഴ്സിന്റെ ആ ഭാഗത്ത് എന്താണ് തൊണ്ടുതല്ലലും കയറുപിരിക്കലൊക്കെ ആണ് അല്ലെ. അപ്പൊ അവിടുത്തെ കാലാവസ്ഥയ്ക്കും അവിടുത്തെ ഭൂപ്രകൃതിക്കും അനുസരിച്ചാണ് എന്ത് വരുന്നത് എന്താണ് അവിടുത്തെ തൊഴിലും വരുന്നത് അല്ലെ. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഒബ്സർവ് ദ ഇമേജസ് ഗിവൺ ബിലോ. താഴെ നോക്കിയ എംപ്ലോയ്മെന്റ് ആൻഡ് ഫിസിയോഗ്രഫി. എന്താണ് എംപ്ലോയ്മെന്റ് ആൻഡ് ഫിസിയോഗ്രഫി? തൊഴിലും ഭൂപ്രകൃതിയാണ് അല്ലെ. എന്തൊക്കെയാണ്? മൺപാത്രം ഉണ്ടാക്കുന്നു, പാഡി കൃഷി നടത്തുന്നു, മീൻ പിടിക്കുന്നു അല്ലെ. പിന്നെ എന്താ തേയില നുള്ളുക, പിന്നെ തൊണ്ട് തല്ലുക, പിന്നെ റബ്ബർ അല്ലെ റബ്ബർ എടുക്കുക അല്ലെ. ലിസ്റ്റ് ഔട്ട് ദ എംപ്ലോയ്മെന്റ് മെൻഷൻ ഇൻ ദ പിക്ചർ ഇൻ ട്യൂൺ വിത്ത് അപ്രോപ്രിയേറ്റ് ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ്. എന്താണ് ഇവിടെ പറയുന്നത്? ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഓരോ തൊഴിലും എന്താണ് കേരളത്തിലെ ഏതേത് ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് മുഖ്യമായും കാണാൻ കഴിയുന്നത് പട്ടികപ്പെടുത്തുക അല്ലെ. ഓക്കെ. അപ്പോൾ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് എംപ്ലോയ്മെന്റ്. ഹൈലാൻഡിൽ ഏതാ വരുന്നത്? ഹൈലാൻഡിൽ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? തേയില അല്ലെ, ടീൻ്റെത് അല്ലെ. പിന്നെ വരുന്ന ഏതാണ് നമ്മൾ പറഞ്ഞല്ലേ, അത് നോക്കി എഴുതുക അല്ലെ. പിന്നെന്താ മിഡ്ലാൻഡിലും കോസ്റ്റൽ ഏരിയയിൽ എന്താ ഫിഷിങ് വരുന്നുണ്ട് അല്ലെ. പിന്നെ കോസ്റ്റൽ ഏരിയയിൽ പാഡി കൃഷി വരുന്നുണ്ട് അല്ലെ. പിന്നെന്താണ് കോസ്റ്റൽ റീജിയനിൽ വരുന്നത് ഏതാണ്? പിന്നെ റബ്ബറാണ് എന്താണ് മിഡ്ലാൻഡിൽ വരുന്നത് അല്ലേ. പിന്നെ ഇത് കോസ്റ്റൽ റീജിയനിലാണ് തൊണ്ടുതല്ലെന്ന് വരുന്നത് അല്ലേ. Okay, then advancements in education, improved socio infrastructure conditions and modern technology in Kerala have led to positive changes in the employment people engaged in. Advancements in education, improved socio infrastructure conditions and modern technology in Kerala have led to പോസിറ്റീവ് ചേഞ്ചസ് ഇൻ ദ എംപ്ലോയ്മെന്റ് പീപ്പിൾ എൻഗേജ്ഡ് ഇൻ. എന്താണ് പറയുന്നത്? കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും മെച്ചപ്പെട്ട സാമൂഹിക ഭൗതിക സാഹചര്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകൾ എന്താണ് മാറ്റങ്ങൾ ഉണ്ടാക്കി അല്ലേ. എന്തൊക്കെയാണ്? കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും മെച്ചപ്പെട്ട നല്ല സോഷ്യോ ഇൻഫ്രാസ്ട്രക്ചേർഡ് കണ്ടീഷൻസ് ഒക്കെ എന്താക്കി? നമ്മുടെ മോഡേൺ ടെക്നോളജിയൊക്കെ കേരളത്തിൽ മോഡേൺ ടെക്നോളജിയൊക്കെ ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകൾ എന്താക്കി മാറ്റം വരുത്തി അല്ലേ, മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് മേക്ക് നോട്ട്സ് ഓൺ ദ ചേഞ്ചസ് ബ്രോഡ് അബൌട്ട് ബൈ മോഡേൺ ടെക്നോളജി ഇൻ അഗ്രികൾച്ചർ ആൻഡ് ട്രഡീഷണൽ ഒക്യുപ്പേഷൻ. എന്താണ്? ആധുനിക സാങ്കേതിക വിദ്യ കാർഷിക പരമ്പരാഗത തൊഴിൽ മേഖലകൾ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഈ കേരള ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റർ. കേരളവും പ്രകൃതി ദുരന്തങ്ങളും. വി ഹാവ് സീൻ ദാറ്റ് കേരളാസ് നാച്ചുറൽ ബ്യൂട്ടി ആൻഡ് ഫേവറബിൾ ക്ലൈമറ്റ് മേക്ക് പീപ്പിൾസ് ലിവ്സ് ഈസിയർ, ബട്ട് സംടൈംസ് നാച്ചുറൽ ഡിസാസ്റ്റർ ആൻഡ് കലാമിറ്റീസ് occur. Kerala has a physiography with many ecologically vulnerable areas. Apart from the crisis
caused by human intervention. Some natural calamities also harm the living world. Observe the picture. കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കുന്നുവെന്ന് ഞാൻ കണ്ടല്ലോ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ എന്താണ് പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട് അല്ലേ. പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇപ്പം എന്താണ് വയനാട്ടിൽ ഇപ്പം ഭയങ്കര അതുണ്ടായല്ലോ അല്ലേ, മണ്ണിടിച്ചിലും ഇതൊക്കെ വന്നല്ലോ അല്ലേ, എന്താ ഉരുൾപൊട്ടൽ, അത് നാച്ചുറൽ ഡിസാസ്റ്റർ, പിന്നെ കലാമിറ്റീസ് ഒക്കെ അല്ലേ. എന്താണ് ഇവിടെ പറയുന്നത്, പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട് അല്ലേ. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ളൊരു ഭൂപ്രകൃതിയാണെന്ത്, ഫിസിയോഗ്രഫിയാണെന്ത് കേരളം അല്ലേ. മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായി ബാധിക്കുന്നുണ്ട് അല്ലേ. ഒബ്സർവ് ദ പിക്ചർ. ചിത്രം നോക്കൂ. ഇമേജസ് റിലേറ്റഡ് ടു നാച്ചുറൽ കലാമിറ്റീസ് ആർ ഗിവൺ. ലിസ്റ്റ് ഔട്ട് ദ നാച്ചുറൽ ഡിസാസ്റ്റർ ടു ലൈഫ്, പ്രോപ്പർട്ടി ആൻഡ് ദ എൻവയൺമെന്റ്. കംപ്ലീറ്റ് ദ ലിസ്റ്റ്. എന്താ ഇവിടെ പറയുന്നത്, കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ഇത് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ ചിത്രങ്ങൾ നോക്കാൻ പറഞ്ഞില്ലേ. ഈ ഇമേജസ് എന്താണ് റിലേറ്റ് ചെയ്യുന്നത്, എന്താണ് ഇമേജസ്? പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് അല്ലെ. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്ന് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? സൈക്ലോൺ അല്ലെ, ചുഴലിക്കാറ്റ്, പിന്നെ വൈൽഡ് ഫയർ കാട്ടുതീ, പിന്നെ അത് നിങ്ങൾക്ക് അറിയുന്നൊക്കെ എഴുതുക കേട്ടോ. വാട്ട് ആർ ദ നാച്ചുറൽ ഡിസാസ്റ്റർ? എന്താണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ? നാച്ചുറൽ ഡിസാസ്റ്റർ ആർ നാച്ചുറൽ ഫിനോമിന ദാറ്റ് endanger life, property and the environment. Such natural calamities adversely affect humans and other living beings. The tsunami in 2004 caused huge damage in Kerala. Ask your elders about it. എന്താണ്? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണെന്ത് ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് അല്ലെ. പിന്നെ 2004 ഉണ്ടായ സുനാമി കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായിട്ടുണ്ട് അല്ലേ. അതിനെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ എന്താണ് നിങ്ങൾ വീട്ടിലുള്ള ആൾക്കാരോട് ചോദിച്ചൊക്കെ സുനാമിനെ കുറിച്ചിട്ട്. സുനാമി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയൊരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയിരുന്നു. അത് ഒരുപാട് ജീവൻ എടുത്തതാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വീട്ടിലുള്ള എൽഡേഴ്സിനൊക്കെ അറിയാം, ഒന്ന് അന്വേഷിച്ച് നോക്കുക കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത് നോക്കി ഈ ചിത്രം. കവളപ്പാറ ലാൻഡ് സ്ലൈഡ് 2019 കവളപ്പാറ ലാൻഡ് സ്ലൈഡ് ആണത് അല്ലേ. എന്താണ്? ഉരുൾപൊട്ടൽ അല്ലേ. 2019 നടന്ന ഉരുൾപൊട്ടലാണ് ഇത്. പിന്നെ ഇതേതാണ്? പെട്ടിമുടി ഉരുൾപൊട്ടൽ 2020 കണ്ടില്ലേ. The major floods in Kerala in 2018, landslides in Kavalappara in 2019 and Pettimudi in 2020 have made life difficult for the people in those areas. 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം, 2019 കവളപ്പാറയിലും 2020 പെട്ടിമുടിയിലും ഉണ്ടായ ഉരുൾപൊട്ടലുകൾ എന്നിവ അതാത് പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് മിറ്റിഗേഷൻ. എന്താണ്? ദുരന്ത നിവാരണവും ലഘൂകരണവും. വാച്ച് ദ ന്യൂസ് കൊളാഷ്. ഈ ന്യൂസ് വാർത്താ തലക്കെട്ടുകളുടെ കൊളാഷ് നിരീക്ഷിക്കുക. കളക്ഷൻ ഓഫ് റിലീഫ് റിസോഴ്സ് ഓൾ ഓവർ ദ റീജിയൻ. നാടകം ദുരിതാശ്വാസ വിഭവ സമാഹരണം. യങ് പീപ്പിൾ അറ്റ് ദ ഫോർ ഫ്രണ്ട് ഇൻ ക്ലീനിങ് ഓപ്പറേഷൻ, ഫ്ലഡ് വിക്ടിംസ് ബാക്ക് ടു ദെയർ ഹോംസ്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങി പ്രളയബാധിതർ വീടുകളിലേക്ക്. വോളണ്ടിയേഴ്സ് ടു ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ഡ്യൂറിംഗ് ഡിസാസ്റ്റർ. ദുരന്തമുഖങ്ങളിൽ കൈത്താങ്ങുമായി സന്നദ്ധ പ്രവർത്തകർ. ഫിഷർ ഫോക്ക് ഇൻ ദ ഫേസ് ഓഫ് ഡിസാസ്റ്റർ വിത്ത് ബോട്ട്സ്. എന്താ? കടലിന്റെ മക്കൾ ബോട്ടുകളുമായി ദുരന്തമുഖത്ത്. കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഗവൺമെന്റ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ. The news collage given shows how Kerala faced the 2018 flood. എന്താണ്? 2018 പ്രളയത്തെ കേരളം എങ്ങനെയാണ് നേരിട്ടതെന്ന് സൂചിപ്പിക്കുന്ന വാർത്താ കൊളാഷാണിത് ഈ നൽകിയിട്ടുള്ളത്. കേരള joined hands for relief and rescue operations. As a result of the joint effort of various government departments, voluntary organizations, the youth, traders and fishermen, the severity of this major natural disaster has been mitigated. എന്താണ്? ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേരളം ഒന്നിച്ചു. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ, വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഈ വലിയ പ്രകൃതി ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സാധിച്ചു. Can you identify any volunteer who got involved in flood relief work in your locality? Enquire and learn their experiences. നിങ്ങളുടെ പ്രദേശത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായവർ ഉണ്ടോ എന്ന് ചോദിച്ച് അവരുടെ അനുഭവങ്ങൾ അന്വേഷിച്ചറിയാനാണ് ചോദിച്ചിരിക്കുന്നത് പറയുന്നത്. What sort
of preparations are to be made in advance for the prevention and mitigation of disaster. ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താൻ പറ്റും നോക്കാം. പ്രിപ്പറേഷൻസ്, മുന്നൊരുക്കങ്ങൾ. പ്രീ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മെഷേഴ്സ് എന്താണ്? റെസ്ക്യൂ ഓപ്പറേഷൻ ഡ്യൂറിങ് ഡിസാസ്റ്റർ, പോസ്റ്റ് ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ അല്ലേ. ഫസ്റ്റത്തെ എന്താണ്? ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം. രണ്ടാമത്തെ എന്താ? ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം. പിന്നെ ഇതെന്താണ്? ദുരന്താനന്തര പ്രവർത്തനം അല്ലേ. ആൻറ്റിസിപ്പേറ്റ് സർട്ടൻ ഡിസാസ്റ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോഡേൺ ടെക്നോളജി. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക. പിന്നെ എന്താ? എൻഷുർ നെസസറി മെഷർ ഫോർ ദ റെസ്ക്യൂ ഓപ്പറേഷൻ. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക. പിന്നെ പോസ്റ്റ് ഡിസാസ്റ്റർ റീഹാബിലിറ്റ് ദ ഡിസാസ്റ്റർ വിക്ടിംസ്. ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുക അല്ലേ. പിന്നെ പ്രീ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വേറെ നൂടില്ല. ഇൻ ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസ് ഇഷ്യൂയിങ് വാർണിംഗ് ആൻഡ് ടേക്ക് സ്റ്റെപ്സ് ടു ക്രിയേറ്റ് അവയർനെസ് ആൻഡ് ഇവാക്വേറ്റ് പീപ്പിൾ. ദുരന്ത സാധ്യത മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ഈ മുന്നേ വേണ്ടല്ലേ. പിന്നെ അതിൻ്റെ മുന്നെന്താണ്? ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ എന്താണ്? ആ ദുരന്ത സാധ്യത മേഖലകൾ മുന്നറിയിപ്പുകൾ നൽകി അവിടുത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് പ്രീ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യുന്നത്. ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഡ്യൂറിംഗ് ഡിസാസ്റ്റർ, രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക. പിന്നെ സെൽഫ് റിലീഫ് ക്യാമ്പ് ആൻഡ് പ്ലാൻ ഫോർ ദ പ്രൊവിഷൻ ഓഫ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ ആൻഡ് മെഡിക്കൽ കെയർ. എന്താ? ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. പിന്നെ പോസ്റ്റ് ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റീഹാബിലിറ്റേറ്റ് ദ ഡിസാസ്റ്റർ വിക്ടിം അല്ലേ. ദുരന്തബാധിതരെ അവരെ എന്താണ്? പുനരധിവസിപ്പിക്കുക. പിന്നെ ടേക്ക് സ്റ്റെപ്സ് ടു മാനേജ് സിറ്റുവേഷൻ ഓഫ് ഡിസാസ്റ്റർ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക അല്ലേ. ഇതൊക്കെയാണ് വരുന്നത് അല്ലേ പ്രിപ്പറേഷൻസ്. പിന്നെന്താ? ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് സിസ്റ്റംസ് വർക്കിംഗ് ഫോർ ദ മാനേജ്മെൻറ്റ് ആൻഡ് മിറ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. എന്താണ്? പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പും സംവിധാനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ കേരള റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ഡിസാസ്റ്റർ റിസ്ക് അനാലിസിസ് സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ. ഇതൊക്കെയാണ് എന്ത്? പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായുള്ള പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പും സംവിധാനങ്ങളൊക്കെ കേട്ടോ. പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ ബൈ കളക്ടിങ് പിക്ചേഴ്സ് ആൻഡ് റിലേറ്റഡ് ടു പ്രിവെൻഷൻ ആൻഡ് റിലീഫ് ഓപ്പറേഷൻസ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ. എന്താണ് പറയുന്നത്? ഈ നാച്ചുറൽ ഡിസാസ്റ്ററിൻ്റെയും അതുപോലെ എന്താണ് പ്രകൃതി ദുരന്ത നിവാരണവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് എന്താണ് ടീച്ചറുടെ സഹായത്തോടെ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ haven't we realized how the diversity of land we live in, soil, water, climate and crops influences our lives. We have the responsibility to preserve the abundance of this soil and pure water for future generations. So we should give priority to development and the way of life that does not disturb the balance of nature. എന്താണ്? നാം വസിക്കുന്ന ഭൂപ്രദേശത്തെ വൈവിധ്യവും മണ്ണും ജലവും കാലാവസ്ഥയും വിളകളും നമ്മുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞില്ലേ? ഈ മണ്ണിന്റെ സമൃദ്ധിയും തെളിനീരും വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി കരുതി വെക്കേണ്ട ചുമതല നമുക്കുണ്ട് അല്ലേ. അതിനാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെയുള്ള ജീവിത രീതിക്കും വികസനത്തിനുമാണെന്ത് നാം മുൻഗണന നൽകേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളെന്താക്കണം? ഇനി വരാനുള്ള ആൾക്കാരുണ്ട് അല്ലേ. അതായത് നമ്മൾ ഇനിയും എന്താണ് തലമുറകൾ വരാനില്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി എന്താണ് നമുക്ക് ഈ നല്ല മണ്ണിൻ്റെ സമൃദ്ധിയും തെളിനീരും ഒക്കെ എന്താക്കണം? കരുതി വെക്കണം അല്ലേ. അതിനാൽ നമ്മൾ പ്രകൃതിയുടെ ഈ സന്തുലിതാവസ്ഥയ്ക്ക് എന്താക്കരുത്? ബാലൻസ് ഓഫ് നേച്ചറിന് കോട്ടം വരുത്താതെ നമുക്ക് എന്താക്കണം? ജനരീതിക്കും വികസനത്തിനുമാണ് നാം മുൻഗണന നൽകേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താക്കുക? ഈ ഭാഗങ്ങളൊക്കെ നന്നായി പഠിക്കുക. ഓക്കെ, അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.